മഴ. മഴയുടെ സൗന്ദര്യത്തെയും കുളിരിനെയും പറ്റി കവിത എഴുതിക്കൊണ്ടിരുന്ന കവി ദ്രവിച്ച ഓലക്കീറിനടിയിൽ കൂടി താഴെ കൂർന്നു പതിച്ച മഴവെള്ളം മണ്ണെണ്ണ വിളക്കണച്ചപ്പോൾ പറഞ്ഞതിങ്ങനെയായിരുന്നു: ഓ, നശിച്ച ഒരു മഴ. നിയന്ത്രണരേഖ. ആറ്റം ബോംബിനെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് മുന്നേറിയ പാറ്റപ്പാപ്പി ആരോ വരച്ച വെളുത്ത വരയിൽ തട്ടിമറിഞ്ഞു വീണ് പിടഞ്ഞു മരിച്ചു. ആറ്റം ബോംബിൻ്റെ മാരകശക്തിയെ പ്രതിരോധിക്കാൻ തക്കതായ ശരീരമുള്ള പാറ്റയും നിസ്സാരമായി മരണത്തിന് കീഴടങ്ങും. ഭഗവാനും ഭക്തനും. ഭക്തൻ തൻ്റെ മുമ്പിലെറിഞ്ഞുടച്ച നാളികേരത്തിൻ്റെ ഒരു തുണ്ട് കഴിച്ചു നോക്കുന്നതിനായി ഭഗവാൻ ശ്രീകോവിലിനുള്ളിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും താൻ എറിഞ്ഞുടച്ച തേങ്ങയുടെ അവസാന തുണ്ടും സഞ്ചിയിലാക്കി അതിലൊരു മുറി വായിലിട്ട് ചവച്ചുകൊണ്ട് ഭക്തൻ നടന്നു നീങ്ങിയിരുന്നു. അവകാശികൾ. കാലിത്തൊഴുത്തിൻ്റെ ലോൺ കള്ളുകുപ്പിയിലാക്കി നേതാക്കന്മാരും മുതലാളിമാരും ഗ്ലാസ്സിലേക്ക് പകർത്തി അത് കാടി കുടിക്കും പോലെ കുടിക്കുമ്പോൾ പെരുമഴയിൽ തലയൊളിക്കാൻ ഇടം കിട്ടാഞ്ഞ് പാവം പരമവും അദ്ദേഹത്തിൻ്റെ പശുക്കളും പൊളിഞ്ഞു വീഴാറായ ഓലക്കൂരയുടെ മഴവെള്ളം വീഴാത്ത മറകൾ തേടുകയായിരുന്നു. മൂർത്തി. മിഷ്ടാന ഭോജനം. നേരം വണ്ണം കുളി, നല്ല വസ്ത്രം, നല്ല അലങ്കാരങ്ങൾ. പുതിയതായി ഉടലെടുത്ത മൂർത്തിക്ക് ക്ഷാ പിടിച്ചു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഭക്തപ്രമുഖർ മൂർത്തിയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നല്ലൊരു എഴുന്നള്ളിപ്പ് നടത്തിയ ശേഷം അടുത്ത് കണ്ട നദിയിൽ മുക്കിത്താഴ്ത്തി. താഴ്ന്നുമ്പ് മൂർത്തി ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി. അപ്പോൾ ഭാരതത്തിൻ്റെ യുവ തേജസ്സായിരുന്ന സന്യാസി വര്യൻ്റെ ശബ്ദം അവിടെ അലയടിച്ചെത്തി: ക്ഷേത്രത്തിൽ ജനിക്കാം, ക്ഷേത്രത്തിൽ മരിക്കരുത്. പൂർണ്ണമായി മുങ്ങുന്നുമ്പ് മൂർത്തി ചോദിച്ചു: ആര്? ചോദ്യം ആരെങ്കിലും കേട്ടുവോ എന്തോ? ഒരുപോലെ. പുതുതായി ശവക്കല്ലർക്കുള്ളിൽ വീണ മിസ് വേൾഡിൻ്റെ ശവം തിന്നു തുടങ്ങിയ ബാക്ടീരിയ കുഞ്ഞു ഭാര്യ പൊടിക്കുഞ്ഞിനോട് പറഞ്ഞു: ഇന്നലെ നമ്മൾ കഴിച്ചു തീർത്ത കുഷ്ഠം വന്നു മരിച്ച മറിയാമ്മ ചേട്ടത്തിയുടെ ശവത്തിൻ്റെ അതേ രുചി.